ചേട്ടാ ചേട്ടാ ആശാൻ. ആശാൻ തേക്കണേ. ആശാന് ഞാൻ മേരി സിസ്റ്റർ പറഞ്ഞിട്ട് വന്നേക്കണേ. എൻ്റെ മമ്മിയും മേരി സിസ്റ്ററും ഒരുമിച്ചാണ് വർക്ക് ചെയ്യണേ. സിസ്റ്ററും മദറൊക്കെ വീട്ടിൽ. താൻ പോയി വർക്കിംഗ് ഡ്രസ് ഇട്ടിട്ടോ. സ്വന്തം ഇഷ്ട അതോ വീട്ടുകാർ പറഞ്ഞിട്ടോ? ഞാൻ പറയുന്നത് നീ ഓർത്തു വെച്ചോ. ഒരാളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും അവരവരെടുക്കുന്ന തീരുമാനങ്ങളാ. നീ വർക്ക്ഷോപ്പിൽ കിടന്ന് ചീഞ്ഞ് പണിയെടുത്തോ. അവിടെ ഒരാളെ നീ ചെയ്ത പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡ് പ്ലാൻ ചെയ്തു തുടങ്ങി. നിന്റെ പ്രോഗ്രാം പോപ്പിക്കൂടെ ബ്രാൻഡ് ചെയ്തു. 1.5 ലക്ഷം രൂപയ്ക്ക് 1.5 lakhs. വർത്താനം പറഞ്ഞ ഫ്ലെയിം എടുത്ത് മാറ്റി വെച്ചേ. ആശാനെ ഞാൻ ഇപ്പൊ തന്നെ വരാം. ആശാൻ വിളിക്കുന്നത്. ചെന്ന് ഫ്ലെയിംസർ എടുത്ത് കൊടുക്ക്. ഇത് നമ്മൾ തമ്മിൽ ഒത്തു കളിച്ചാൽ അവരൊക്കെ അറിയും. എൻ്റെ ജോലിയും പോവും. ഞാൻ എന്ത് ചെയ്യാൻ ചേർത്തേട്ടാ? കുറച്ച് ദിവസം പനിയാന്ന് പറഞ്ഞ സിക്ക് ലീവ് എടുത്താലോ? അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അടുത്തയാഴ്ച ഈ പ്രചണ്ഡമാരുതൻ വീണ്ടും ഉയർന്നു വരില്ലേ? കാര്യങ്ങൾ വല്ലാത്തൊരു ദിശയിലേക്ക് യാത്രയാവുകയാണ്. ഒരു കൊളാഷ് ചിത്രം പോലെ. കറുത്തിരുണ്ട ടെറാക്കോട്ട പോലെ. ശരത്തേട്ടാ, എൻ്റെ ഉള്ളിൽ തീയാ. താൻ ആ പയ്യനോട് വരാൻ പറയും. ഞാൻ വിളിക്കില്ല. ഞാൻ വിളിക്കാം. ആഴ്ചയിൽ ഒരു 10,000 രൂപ ഞാൻ അങ്ങോട്ട് തരും. അത് കൈപ്പറ്റി ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. സോറി സർ, രൂപയുടെ അല്ല, ഞാൻ ചെയ്ത പ്രോഗ്രാം അത് വേറെ ആളുടെ പേരിൽ വരാൻ എനിക്ക്. തന്റെ സംഭാഷണങ്ങളിലൊക്കെ പ്രസരിച്ചിരിക്കുന്ന ആത്മഭാവം ഞാൻ ശ്രദ്ധിക്കേണ്ടായി. അത് അഹങ്കാരമാണ്. ഞാൻ പോയിക്കോട്ടെ സർ. പ്രത്യാഘാതം ഭീകരമായിരിക്കും. ശരി സർ. എന്തായി? എന്തിനാ അയാൾ വിളിപ്പിച്ച്? ഇവിടുത്തെ ഏറ്റവും വലിയ ആളാരാ? അത് ഡിക്സനച്ചനാ. എന്താ കാര്യം? ഒന്ന് കാണാൻ പറ്റുമോ? അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഏറ്റവും എളുപ്പം കാണാൻ അച്ഛനെയാ. ന്യൂസ് ഓൺ എയറായി. ഓക്കെ. എക്സ്ക്യൂസ് മൈ ഫാദർ. ഫാദർ, എൻ്റെ പേര് ഫാദർ, എൻ്റെ പേര് അലൻ.
പെട്ടെന്നൊരാൾ കയറി വന്ന് പറയുന്നു അയാളാണ് ഈ പ്രോഗ്രാം ചെയ്തതെന്ന്. ഞങ്ങൾ ആര് പറയുന്നത് വിശ്വസിക്കണം? ഈ സൺഡേ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യണം. ഇന്ന് ബുധനാഴ്ചയായി. ഇവരാണ് ഷൂട്ടിങ്ങിന് പോലും പോയിട്ടില്ല. ഈ ആഴ്ച പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് ലോസ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണം. എന്താ ശരത്ത് ഇത്? എനിക്കൊരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. അടുത്ത ആഴ്ച പ്രോഗ്രാം പോകുമോ ഇല്ലയോ? ആൻസർ മീ ശരത്. യു ആർ റെസ്പോൺസിബിൾ. ഞാൻ തന്നെയാണ് ഫാദർ ഈ പ്രോഗ്രാം ചെയ്തത്. എനിക്ക് ഇയാൾ ആരാന്നുകൂടെ അറിയില്ല. സൺഡേ പ്രോഗ്രാം പോകും ഫാദർ, ഉറപ്പായിട്ടും. താൻ എന്താ വിചാരിച്ചേ? ഒരു ചാനലിൽ കയറി വന്ന് എന്ത് തോന്നിവാസോ പറയാവുന്നു? ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ പോലീസിൽ പിടിപ്പിക്കേണ്ടതാണ്. now get lost, get lost. സമൂഹത്തെയും സിനിമയും പ്രോഗ്രാം സമയത്ത് ടെലികാസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ പഴയ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ പ്രഷറാണ് വെച്ച ശരത്, പ്രഷർ. ആ പോപ്പി അംബർലാസിനോട് ഞാൻ എന്ത് എക്സ്ക്യൂസ് പറയും? ഇത്രയും നാളില്ലാത്ത ഒരു പനി അവൻ എവിടുന്ന് വന്നു? അതിലെന്തോ കള്ളത്തരമുണ്ട്. ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും കൂടുതൽ ആളുകൾ കണ്ട പ്രോഗ്രാം വേറെ ഇല്ല. എനിക്കിപ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ വേണം. എന്നെ കൊണ്ട് കടുത്ത തീരുമാനമൊന്നും എടുപ്പിക്കരുത്. തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അലന് ഒരു ശൈവ താണ്ഡവത്തിന്റെ നൃത്ത ഗാംഭീര്യമുണ്ട്. സർ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം? ഹേ, അതൊന്നുമല്ല. അടുത്ത ആഴ്ച മുതൽ ഈ പ്രോഗ്രാം ചെയ്യേണ്ടത് താങ്കളാണ്. സർ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സർ. ഞാൻ പ്രതീക്ഷിച്ചു ഈ റിയാക്ഷൻ. അപ്രതീക്ഷിതമല്ലേ? സർ, ഇപ്പോൾ തന്നെ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തോളൂ. എന്താണ് സാർ ഈ എഗ്രിമെന്റ്? ഇത് ചാനലിന്റെ ഒരു സംവേദന ശൈലിയാണ്, ഒരു ബോധ ജാഗ്രത. ജസ്റ്റ് ഫോർ സേഫ്റ്റി പർപ്പസ്. വെരി ഗുഡ്. ശുഭദിനം. താങ്ക് യു സർ. മോനെ അല ആരാണാ പോയത്? ടമർ പട ടമറായിരുന്നല്ല. ആർദ്രഗീതങ്ങളിലേക്ക് സുസ്വാഗതം. രാഗദേവനെന്ന ഓമന പേർ ചൊല്ലി വിളിക്കാവുന്ന നമ്മുടെ ദേവരാജൻ മാസ്റ്ററുടെ ഗാനവീചികൾ. ആ ഉദ്യാനത്തിൽ നിന്നും ഒരിതൾ പറിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ അർപ്പിക്കുമ്പോൾ കേൾക്കാൻ ഇളവന്നൂർ മഠത്തിലെ ഒരു ഇണക്കുയിൽ കാതോർത്തിരിക്കുന്നത് ഞാൻ കാണുന്നു. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. പ്രോഗ്രാം നല്ല രസമായിട്ടുണ്ട് സർ. സാറിന് ടി വി കാണാൻ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ സർ. എല്ലാം പഠിച്ചോ സർ? കൺസെപ്റ്റ് സർ. താങ്കൾ ബഡ്ജറ്റ് കൊണ്ടുവരൂ. നമുക്കിത് ഉടനടി ആരംഭിക്കാനുള്ളതല്ലേ? ഓ സർ, ബഡ്ജറ്റ്. ഞാൻ ഇതൊന്ന് എന്റെ വിചാര മണ്ഡലത്തിലിട്ട് വർക്ക് ചെയ്തിട്ട് നാളെ വിളിക്കാം. താങ്കൾ ഇപ്പൊ പൊയ്ക്കോളൂ. എനിക്ക് ക്ലയൻസുമായിട്ടൊരു കൂടിക്കാഴ്ചയുണ്ട്. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ, ശരത് സാറ് സാറൊന്നും വന്നിട്ടില്ല. ഒരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതറിയില്ല, സാറ് വന്നാലേ പറയാൻ പറ്റൂ. മേരി സിസ്റ്റർ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ നീ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് 3 ദിവസമായിന്ന്. വീണ്ടും തുടങ്ങിയോ ഇളക്കം? അല്ല, രാവിലെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ചോറും പൊതിഞ്ഞിട്ട് തന്നിട്ട് നീ എങ്ങോട്ടേ പോണേ? ശരത് സാറ്
ടൈം ഇത്ര ആയില്ലേ, ഇന്നിനി വരും തോന്നുന്നില്ല. എന്ത് പറ്റും മോനെ? ഇനി ഇതിന്റെ പേരിൽ കള്ളുടിക്കാൻ നിൽക്കണ്ട. അല്ലേ തന്നെ നിന്റെ മുഖം ചീഞ്ഞിരിക്കുവോ. നീ കഴിക്കും. ഹലോ, ആരാ സംസാരിക്കണേ? ആ ഡാ അല, നിനക്കൊരു ഫോൺ. ഞാൻ വന്ന് ആരാ എന്താ? എനിക്കറിയാൻ പാടില്ല. അയാളെ തന്നെ സാറേ എന്നാ വിളിക്കണേ. ഹലോ അലൻ, ഞാൻ ശരത് സാറാണ്. ഹലോ സാർ, ഞാൻ എത്ര തവണ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു, സാറുണ്ടായിരുന്നില്ല. ഒന്നും പറയണ്ടല്ല, ഒരു പനി വന്ന് എന്നെ ആകെ തകർത്ത് കളഞ്ഞു. ആ അത് വിട്, ഞാൻ വിളിച്ച മറ്റൊരു വിഷയം പറയാം. സാർ, നാളെ ഉച്ചയ്ക്ക് 12:15 പ്രോഗ്രാം പോണം. അതെങ്ങനെ ചെയ്യും സാർ? ഇപ്പൊ സമയം രാത്രി 11:30 ആയില്ലേ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല അലൻ. റൂൾസ് ആർ റൂൾസ്. മുദ്രപത്രത്തിൽ ഒപ്പുവെച്ച ഓർമ്മയില്ലേ? പ്രോഗ്രാം ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:15 പോയില്ലെങ്കിൽ ചാനലിന് ഈ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന വീക്ക്ലി ഇൻകം, അതായത് 2 lakhs rupees മിസ്റ്റർ അലൻ ചാനലിന് നൽകേണ്ടി വരും. അപ്പൊ മറക്കണ്ട, നാളെ പ്രോഗ്രാം പോയിരിക്കണം. അല്ല സാറേ, രാത്രി ഞാനെന്ത് ചെയ്യാനാ? അലനൊരു മായിക താരമല്ലേ, എന്തും സാധിക്കുമല്ലോ. സാധിച്ചില്ലെങ്കിൽ നേരത്തെ ഫോൺ എടുത്തത് തന്റെ അമ്മയല്ലേ? അമ്മയോട് പറയും, ഒരു 2 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചേക്ക്. തിങ്കളാഴ്ച തന്നെ വേണം കേട്ടോ. അല്ല സാറേ, ക്യാമറ എഡിറ്റിങ് ഇതൊന്നും ഇല്ലാണ്ട് ഞാനെങ്ങനെ പ്രോഗ്രാം ചെയ്യാനാ? ചാനലിലൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതിനിടയിൽ തനിക്ക് ക്യാമറ കിട്ടുമോന്നറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞു എന്നൊന്ന് പറഞ്ഞു നോക്ക്. അപ്പോ ബെസ്റ്റ് ഓഫ് ലക്ക് മിസ്റ്റർ അലൻ. ഹലോ ഹലോ സാർ. എന്താടാ? ഹലോ, അത് ഒന്നുമില്ല. മതി ശരത്തേട്ടാ, മതി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ചാനൽ ഗസ്റ്റ് ഹൗസിൽ പോപ്പിക്കുടിയുടെ MD വരുന്നുണ്ട്. ഷോ കാണാൻ. പ്രോഗ്രാം റിപ്പീറ്റ് പോകുന്ന കണ്ടിട്ട് അച്ഛനും മാർക്കറ്റിംഗിലെ ആ കഷണ്ടിയും നിന്ന് വേർക്കും. നീ ഈ രാത്രി എങ്ങോട്ടാ പോണേ? ഒന്ന് പാലാരട്ടെ പോരെ. ഞാനിപ്പോ വരാം. മോസപ്പാ നേതാവേ, മേലാൽ ഇമാതിരി പ്രായപൂർത്തിയാവാത്ത കേസൊന്നും വലിച്ചെടുത്തോണ്ട് വരല്ലേ. വേറെ ഉറക്കം കളയാനായിട്ട് നീ ഒരു 3 ഫുള്ള് മേടിച്ചിട്ട് പോയാൽ മതി. ആ അത് മതി. ഇന്ന് എൻ്റെ പൈസ ഇല്ല, ഞാൻ നാളെ ചെലവ് ചെയ്യാം. താനൊക്കെ ഏത് തൈസിന്റെ ഇടയിൽ നിന്ന് വന്നാടോ? ഇതൊരു രാത്രി ഒരു ആവശ്യം വിളിക്കുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് വല്ലെന്ന് പറഞ്ഞിട്ടുള്ളതാ. ഓടാ, വീട്ടിൽ പപ്പയും മമ്മിയില്ല, ഞാൻ പിന്നെ ഇവനെ കൊണ്ട് എന്ത് ചെയ്യാനാ? കൊച്ച് ഇത് നമ്മുടെ ഐറ്റൻസ് ഒന്നല്ല. വിട് സ്റ്റാൻഡ് വിട്. താൻ ചെന്നേ. അല്ല, പെട്ടെന്ന് പാതിരാത്രി ഒരു അത്യാവശ്യം വന്നപ്പോ നിങ്ങൾ സഹായിക്കുമെന്ന് വിചാരിച്ചു. പാതിരാത്രി വിളിച്ചൊരുത്തനൊരു സഹായം ചോദിച്ചാ ജീവനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. ആ അതാ എൻ്റെ ശരി. എടോ, അതിന് ഈ ഒരു രാത്രി ഞങ്ങൾ തൻ്റെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കടലക്കറി എന്നിട്ട് അപ്പിടണമെങ്കിൽ വേണം വണ്ടേ. പിന്നെ ഈ ഒരു രാത്രി കൊണ്ട് താൻ എന്ത് തൊലിക്കാനാന്നാ പറയണത്? അതല്ലടോ, അതിന് ഈ ക്യാമറയും സെറ്റപ്പും ഐഡിയാസൊക്കെ വേണ്ടേ? അത് ഈ ഐഡിയാസ് എന്ന് പറയുമ്പോ നഴ്സറി നമുക്ക് തരികിട പോലൊരു സംഭവം ചെയ്താലോ? അല്ല, അത് പിന്നെ കോമഡി പടി.
ഞാനല്ലേ കൃഷ്ണന്റെ വേഷത്തിൽ രാത്രിയിൽ സൈഡിൻ്റെ ലൈറ്റൊക്കെ വെച്ച് ചെയ്തിട്ട് ഓണക്കുഴിലൊക്കെ ഇട്ട് കുറെ കിടന്ന് വെച്ചക്കാരെ വെച്ചിരുന്ന് വെച്ചിട്ട് വത്സാ ഇന്ന് ലോകം സാധിച്ചു. അങ്ങനെ ആ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പല്ലേ അത് സോറി, അത് തരികട പോലെ തന്നെ ആയിപ്പോവും. അല്ല അത് പിന്നെ നീയൊക്കെ എന്താണ് വിളിച്ചു ചന്തി കഴിയുമല്ലോ നിൽക്കണത്? തിങ്ക് മാൻ, തിങ്ക് തിങ്ക് തിങ്ക്. ഞാനും ചിന്തിക്കട്ടെ. നീ ചിന്തിക്കണ്ട. അതെ, എൻ്റെ മനസ്സിൽ ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഫൗളെ നീ മനസ്സിലെ ഐഡിയ വെച്ചോണ്ട് ഞങ്ങളിട്ട് ഫൂളാക്കണേ. എന്ത് താൻ പറയടോ. ഒരു സ്റ്റുഡിയോ ഫ്ലോർ മാത്രം കിട്ടിയ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ഉണ്ട്. ഓസ്കർ അവാർഡ്. മലയാള സിനിമയിലെ നടന്മാർക്ക് ഓസ്കർ അവാർഡ് കൊടുക്കുന്നൊരു സംഭവം. സംസ്ഥാന അവാർഡ് കൊടുക്കണത് എണ്ടത്തിലാണ്, പിന്നെയാണ് ഓസ്കാർ അവാർഡ്. അതാ പറ. അതിന് ഓസ്കർ അവാർഡിന്റെ ക്ലിപ്പിംഗ്സ് കിട്ടണം. ക്ലിപ്പിംഗ്സാ? അതോടെ കിട്ടും. അതിവിടെ ഈ ഗ്രേസ് ടി വിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എന്നാ താൻ ചെന്ന് എടുത്തിട്ട് വാ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ഓടിച്ചെല്ലടോ, നേരം വിളിക്കാറായി. ആ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്തിട്ട് വാ. ഞാനിപ്പോ വരാം. എടോ മോദപ്പാ, എവിടന്ന് കിട്ടിയടോ ഈ മാധുരി പഠനേക്ക? എടാ, ഇത് ശരചന്ദ്രൻ നിന്നെ കൊണ്ട് ചെയ്യിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? നീ അതൊക്കെ വിട്. നീ എങ്ങനെയെങ്കിലും എനിക്ക് ഓസ്കർ അവാർഡിന്റെ ക്ലിപ്പിംഗ് സംഘടിപ്പിച്ചു തന്നെ പ്ലീസ്. എടാ, അതൊക്കെ ലൈബ്രറിയിലാ. ഒന്നാമത് അവിടെ ഇരിക്കുന്നത് ഒരു ഫൗളാ. എനിക്ക് അവിടെ നിന്ന് കയറാൻ പെർമിഷൻ ഇല്ല. പിടിച്ച് എന്റെ പണി പോകും. ഞാൻ ഓർക്കുകയായിരുന്നു, എൻ്റെ അച്ഛന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാനും എനിക്ക് എറണാകുളം പ്രസ് അക്കാദമിയിൽ അഡ്മിഷൻ കിട്ടാനും ഞാൻ ജോയിൻ ചെയ്ത അതേ ചാനലിൽ നന്ദിത ജോയിൻ ചെയ്യാനും എല്ലാത്തിൻ്റെ പിന്നിലും ഒരു കോസ്മിക് ലോ വർക്ക് ചെയ്യുന്നില്ലേ? നന്ദിത തിരക്കിലാന്ന് തോന്നുന്നു. ഞാൻ പിന്നെ കാണാം. എടാ, ഇത് റോയിറ്റേഴ്സിൽ നിന്നുള്ള വിഷ്വൽസാ. പിന്നെ റോയിറ്റേഴ്സിന്റെ എംബ്ലം ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ മാസ്ക് ചെയ്താൽ മതി. ഓക്കെ, നീ ചെല്ല്, ഒന്ന് വേഗം. ഈ ഊളനിത് എവിടെ പോയി എടുക്കുക? മോസപ്പോ ആ വോൾഗയില് പോയി കിളിവാതിൽ കുത്തി തുറപ്പിച്ച് രണ്ടെണ്ണം ചാർജ് ചെയ്താലോ? കിട്ടി. എന്തായി? ടേപ്പ് കിട്ടി. ഇനി ഒരു കോട്ട് ഷൂസും മതി. തനിക്കെന്ത് ശവടക്കാനാ? അല്ലല്ല, പ്രോഗ്രാം ചെയ്യാൻ ഒരു കോട്ട് ഷൂസും വേണം. ഡോ ബച്ചു, തൻ്റെ ഒരു കോട്ടില്ലടോ? അതിനി വീട്ടിൽ പോയാൽ എൻ്റെ ഉമ്മ ഓടില്ല. അയ്യാ, പോയെടുത്ത് കൊടുക്കടാ, പോയെടുത്ത് കൊടുക്കടാ. ബച്ചു ഡോർ കിട്ടോ? കോട്ട് കൊണ്ടുവരുമ്പം ഒന്ന് ചാനലിലേക്ക് വരൂ. ഞാനപ്പോഴേക്കും അവിടെ ക്യാമറയും ഷൂട്ടിംഗ് ഫ്ലോറും ഒക്കെ റെഡിയാക്കി വെക്കാം. താൻ വിട്ടോടോ, ഞങ്ങൾ എത്തിക്കോളാം. താങ്ക് യു സർ, താങ്ക് യു. ഇവൻ എന്ത് കോമാളിയാടാ. നീ ചിരിക്കണ്ട. കൊച്ചു ത്രേസ്യേ കൊച്ചു ത്രേസ്യേ കൊച്ചു ത്രേസ്യേ
പൈതങ്ങൾ തൻ മലഹേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ നീ. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നാ ശരത് സാർ പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇനി 10-12 പാട്ട് എടുക്കാനുണ്ട്. അയ്യോ ചേട്ടാ, ഇത് നാളെ ടെലികാസ്റ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാ. എങ്ങനെയെങ്കിലും ഒരു ക്യാപ്പ്. ആകെ കൂടി സിസ്റ്റർമാർ പാടി മടുക്കുമ്പോഴേ ഓരോ റസ്കും പണ്ടും കഴിക്കാൻ വേണ്ടി ചെറിയൊരു ബ്രേക്ക് എടുക്കും, അത്രേ ഉള്ളൂ. എത്ര മിനിറ്റ് ബ്രേക്ക് എടുക്കും? മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് അത്രേ കിട്ടൂ. അത്രയും മതി. ഞാനിപ്പോ വരാം. എടോ, വിശുദ്ധ കൊച്ചു ത്രേസ്യ കൊച്ചു ത്രേസ്യ കൊച്ചു ത്രേസ്യ. ഫോട്ടോ റെഡി. ആ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. 10 മിനിറ്റ് സമയമുള്ളൂ. സിസ്റ്റർമാരല്ലേ, റസ്കും പെണ്ണൊക്കെ പെട്ടെന്ന് കഴിക്കും. സിസ്റ്റർ കഴിക്കും. വെജിറ്റബിൾസ്, നൈസ് ഫുഡിങ്സ് ആണ്. ഒന്ന് പിടിച്ചോ പോലെ. നാറ്റാടോ. അരുൺ, ബെസ്റ്റ് ഡാൻസിനുള്ള ഓസ്കർ അല്ലേ? അത് നമുക്ക് സുരേഷ് ഗോപി കൊടുക്കാം. ചുക്കാൻ ഡാൻസ്. പിന്നെ കരഞ്ഞ പരിചയല്ലേ, ചെമ്മീനിൽ മധുവിന് കൊടുക്കാം. കഴിച്ചമ്മേ ആ സാധനത്തിന് കൊടുക്കാം. അത് നല്ല കോമഡിയാണല്ലോ. തുടങ്ങിക്കോ. ഹോംലി മീൽസിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമയ്ക്ക് ഓസ്കർ അവാർഡ് കൊടുക്കാൻ പോകുന്നു. There are 2 categories. One is for acting and other is for dance. Dance categoryയിലുള്ള ഓസ്കർ ആണ് ഞാനിപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. I'm going to announce the name of the nominees. Nominee number 1, മമ്മൂട്ടി. മലയാള സിനിമയിൽ നാടോടി നൃത്തത്തിന്റെ സ്റ്റെപ്സ് ആയ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്ത നടി മിസ് കാവ്യ മാധവൻ. Nominee number 3, Love. നേരത്തെ ഈ പറഞ്ഞ 3 നോമിനീസിനും ഓസ്കർ ഇല്ല. Oh, then who wins the Oscar for the best dance? ഏറ്റവും നന്നായി ഡാൻസ് ചെയ്തുള്ള ഓസ്കർ കിട്ടുന്നത്, and the Oscar winner is സുരേഷ് ഗോപി. ബാബുവിനെ പറയടാ. ബാബുവിനെ പറ, ധൈര്യമായിട്ട് പറയടാ. and the Oscar winner is Babu and Johnny. Okay അല്ലേ? Next category is acting. ഏറ്റവും നന്നായി ഒരു ദുഃഖരംഗം അഭിനയിച്ച വ്യക്തിക്ക് ഇവിടെ നിന്ന് ഓസ്കർ അവാർഡ് വീട്ടിൽ കൊണ്ടുപോകാം. I'm going to announce the name of the nominees. No. ഏറ്റവും നന്നായി ഒരു ദുഃഖരംഗം അഭിനയിച്ചുള്ള first nominee is Kalabavan Mani, Sheila, Suresh Gopi, Kunchako Bopam. നേരത്തെ ഈ പറഞ്ഞ 4 നോമിനീസിനും ഓസ്കർ ഇല്ല. Then who wins the Oscar for the best category for acting? മച്ചാനെ, ഷക്കീല പറ, ഷക്കീല. മൈൻഡാണ്, ഷക്കീല പറഞ്ഞു. ഷക്കീല പറയടാ, കൊള്ളാം. And the Oscar award for the best acting goes to Shakila. Yes, Shakila wins the Oscar for the best acting. Nice mood. Please give a big hand for Shakila. I'm happy that you all enjoyed the Oscar award ceremony tonight. And Anthony from Kerala got the best Oscar അയ്യോ, for dance. And Shakila ഇതിലൂടെ എല്ലാം നോക്കണേ. വല്ലതും കാണോ? stands to wind up the show. തെളിച്ചില്ല. അച്ഛന്മാരുടെ ക്യാമറ അല്ലേ, പഴയതായിരിക്കും. So goodbye. Homely Meals ഈ ആഴ്ചയോടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കുറെ പുതുമണമായി നിങ്ങൾ ഞങ്ങൾ കാണാൻ വരുന്നതുവരെ ഗുഡ് ബൈ. ചേട്ടാ, ദേ എഡിറ്റിംഗ്. അത് തന്നെ അങ്ങോട്ട് മോസപ്പ ചേട്ടാ, അത് എഡിറ്റിംഗ് റൂമില് എല്ലാരും സമ്മതിച്ചില്ലെങ്കിൽ എഡിറ്റിംഗ് അല്ലേ, ഏതായാലും നീ ഒറ്റയ്ക്ക് പോണ്ട. നീ കൂടെ ചെല്ലു. സഞ്ജു ഇപ്പൊ വരാം. ബച്ചു,
എക്സ്ക്യൂസ് മീ, ഈ ശരത് സാറ് പ്രോഗ്രാം എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നൊരു ബേസിൽ. ബേസിലേ നിന്നെ വിളിക്കണോ? ബേസിൽ ശരത് സാറ് പ്രോഗ്രാം എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന. പ്രോഗ്രാം എഡിറ്റ് ചെയ്യണം ശരത് സാർ? എൻ്റെ പൊന്നെ കേട്ടോ, എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. ഞാൻ മിനിങ്ങാന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ആ കമ്പ്യൂട്ടർ ആണെങ്കിൽ എപ്പോഴും അങ്ങോട്ട്. അല്ല, തൽക്കാലം എഡിറ്റിംഗ് അറിയൊന്നും വേണ്ട. ഈ ടേപ്പ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ അത് വേണം ഞാൻ ചെയ്യാം. എന്നിട്ട് ഈ 2 ക്ലിപ്സും നോക്കിയിട്ട് എൻ്റെ ആങ്കർ പിന്നെ പറ്റണ റിയാക്ഷൻ ഈ ഓസ്കാർ അവാർഡിൻ്റെ ടേപ്പിൽ ഒന്ന് പിറക്കിടാൻ. അങ്ങനെ ചെയ്യാം, പക്ഷെ എന്നോട് എഡിറ്റ് ചെയ്യാൻ മാത്രം പറയരുത്. ഇല്ലില്ല, ഇത്രയും ചെയ്താൽ മതി. എന്നാ ഞാനിപ്പോൾ വരാം. എടോ അവനത് ചെയ്യോടോ? ചെയ്യും. ഞാൻ ആ പറഞ്ഞു കൊടുത്ത എൻ്റെ പേരെ എഡിറ്റ് ചെയ്യും. അത് കൊള്ളാലോ ബോസ്. എൻ്റെ കുറുക്കൻ ചെരുപ്പിതാവേ. അതെ മോസപ്പാ, ഇനി കുറച്ച് സിനിമയുടെ CD വേണം. അതിന് പാതിരാത്രി CD എവിടെ നിന്ന് കിട്ടും? എൻ്റെ ഒരു കസിൻ്റെ ഒരു കടയുണ്ട്, റോബർട്ടോ ആൽബർട്ടോ ഡി ക്രൂസ്. നീ കാര്യം പറ. അതെ, ഞാനായിട്ട് ഉടക്കാണ്, നിങ്ങൾ പോയി മുട്ടേണ്ടി വരും.